നമ്മുടെ കഥാനായകൻ ചാണ്ടി ഉമ്മൻ സൈക്കിളിൽ യാത്ര ചെയ്ത് ഫ്ലെക്സുകളൊന്നുമില്ലാതെ ജനഹൃദയങ്ങൾ കീഴടക്കി MLA ആയ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രൻ ചാണ്ടി ഉമ്മന് അവാർഡ് നൽകിയത് മറ്റാരുമല്ല മുസ്ലിം ലീഗിൻ്റെ തീപ്പൊരി നേതാവും ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ KM ഷാജിയാണ്. KM ഷാജിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയതിന് ശേഷം ചാണ്ടി ഉമ്മൻ പറയുന്ന വാക്കുകൾ വളരെ പ്രസക്തമാകുന്നു. അദ്ദേഹത്തിൻ്റെ ആ വീക്ഷണവും ചാണ്ടി ഉമ്മൻ്റെ ആ ഒരു ആദർശവും പ്രകൃതിയോടുള്ള സ്നേഹവുമൊക്കെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ LEP ജനറൽ സെക്രട്ടറി ശ്രീ സലീം കുരുവാമ്പലം അവർ, ആദരണീയനായ ഈ ഉപഹാര സമർപ്പണം നടത്തിയ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ KM ഷാജി അവർ, പ്രിയപ്പെട്ട ശ്രീ ഫൈസൽ ഖന്നാമ്പലം അവർ, പ്രിയപ്പെട്ട ശ്രീ ഭീമപ്പള്ളി റഷീദ് അവർ, ശ്രീ നിസാർ മുഹമ്മദ് സുൽഫി അവർ, അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം അവർ, ഡോക്ടർ ആബിദ ഫാറൂഖി അവർ, അബ്ദുൾ ജബ്ബാർ MT അവർ, ഡോക്ടർ അബ്ദുൽ സലാം AK അവർ, ഡോക്ടർ സൈനുൽ ആബിദ് അവർ, പ്രിയ LEP സെക്രട്ടറി, പ്രിയപ്പെട്ട LEP ഭാരവാഹികളെ, ലീഗിൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചും LEP സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ ഒന്ന് പങ്കെടുക്കാൻ സാധിച്ചതിയായ സന്തോഷം. അതുപോലെ തന്നെ വലിയൊരു ആദരവ് എന്നെ ഇന്ന് LEP നൽകിയിരിക്കുക. ഞാനതിന് ശരിക്കും അർഹനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അർഹനല്ല എന്ന് പറയും. ഞാനങ്ങനെ ഒരു പരിസ്ഥിതിവാദിയായിട്ട് ഞാൻ എന്നെ തന്നെ പറയില്ല. പക്ഷേ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. ലോകത്തെമ്പാടും പരിസ്ഥിതിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ മാറ്റങ്ങൾ വന്നു ചേർന്നത്. ഞാനങ്ങനെ പരിസ്ഥിതിക്ക് വേണ്ടിയായിട്ട് തന്നെയാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ യാഥാർത്ഥ്യം. ഞാനൊരു 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂട്ടർ മേടിക്കണമെന്ന് ആഗ്രഹിച്ചു. കാരണം MLA നിലയ്ക്ക് എപ്പോഴും ഈ വണ്ടിയിൽ പോകുമ്പോൾ എനിക്കൊരു അസൗകര്യം. കാരണം എപ്പോഴും ഞാൻ ഡ്രൈവറിനെ കാത്തിരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായമൊക്കെ വേണം. പിന്നെ പെട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു സ്കൂട്ടർ നോക്കിക്കളയാം. ആ സ്കൂട്ടർ നോക്കി പോയപ്പോൾ എനിക്ക് ഒന്നും പിടിച്ചുമില്ല. നല്ല കോസ്റ്റ് ഒട്ട് കൂടുതലാണ് താനും, പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇലക്ഷനോടനുബന്ധിച്ച് ഞാൻ ഒരു സ്ഥലത്ത് യാത്ര ചെയ്തപ്പോൾ ഈ ഹൈബ്രിഡ് സൈക്കിൾ കണ്ടു. അപ്പം എനിക്ക് സൈക്കിൾ ഓടിക്കുന്ന ഇഷ്ടമാണ്. അപ്പം സ്കൂട്ടർ വേണം താനും. ഒരു വണ്ടി 2 എഫക്റ്റ് ഉണ്ടാക്കും. സൈക്കിളിൻ്റെ എഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ സ്കൂട്ടറായിട്ട് സ്പീഡ് പോവുകയും ചെയ്യാം. നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടാം. സൈക്കിളിലൊരു പ്രശ്നം വെച്ചാൽ നമുക്കൊരു പരിമിതി ഉണ്ടല്ലോ, ആ പരിമിതിക്ക് അപ്പുറം പോകാൻ പറ്റുക. ഇന്ന് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സൈക്കിൾ ആയിട്ട് മുന്നോട്ട് പോകുക, അങ്ങനെ ഒന്നുമല്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഹൈബ്രിഡ് സൈക്കിളാണ്. എനിക്കതാണ് സ്പീഡും പോകാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകും. കാരണം അല്ലെങ്കിൽ പ്രചരണ സ്ഥലത്തിൽ എങ്ങനെ ഓടിയെത്താൻ സാധിക്കും? അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കെങ്ങനെ ഓടിയെത്താൻ സാധിക്കും? സൈക്കിൾ മാത്രം പോയാൽ ഞാൻ എൻ്റെ ഏറ്റവും അപ്പുറത്തെ പഞ്ചായത്ത് 40 കിലോമീറ്ററാണ്, ഏറ്റവും അറ്റത്ത്. അങ്ങനെ എങ്ങനെ ഓടിയെത്താൻ സാധിക്കും എന്നുള്ള ചോദ്യവും ബാക്കിയുണ്ട്. അങ്ങനെയാണ് അതിലേക്ക് ആ ഒരു ആശയത്തിലേക്ക് എത്തിയത്. പിന്നെ ആശയം ഞാൻ ജീവിതത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. കാരണം ഇലക്ഷന് മാത്രമല്ല, ഇലക്ഷൻ അപ്പുറം കൂടിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. പലരും എന്നോട് സൈക്കിൾ ചോദിച്ചു. ഞാൻ സൈക്കിൾ എടുക്കാൻ പഠിച്ചു. കാരണം ഞാൻ അതിനുശേഷം സൈക്കിൾ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരുന്നത് ഇവിടെ. അതുകൊണ്ട് ഞാൻ 2 എണ്ണം എന്നെ ഇതാക്കി. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കോട്ടയത്തും. അത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനത് നേരത്തെ തന്നെ തീരുമാനിച്ച് വെച്ച ഇലക്ഷന് വേണ്ടി മാത്രമല്ല, ഇലക്ഷന് ശേഷം ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഞാനത് പ്ലാൻ ചെയ്തത്. പക്ഷേ അത് ജനങ്ങൾ വലിയ സ്നേഹത്തിൽ ഏറ്റെടുത്തു എന്നുള്ളത് വളരെ ആദരവോടുകൂടി ഞാൻ കാണുന്നു. അതുപോലെ തന്നെ ഫ്ലെക്സും ബാനറും പോസ്റ്ററും അതെൻ്റെ മറ്റൊരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ 50ഓളം വീടുകൾ വെക്കുവാനുള്ള ശ്രമത്തിൽ വന്നു. ആ ശ്രമം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ, 2.5 വർഷം കൊണ്ട് ഞാൻ കുറച്ച് അധികം ബുദ്ധിമുട്ടി. അതുകൊണ്ടാണ് എനിക്ക് കിട്ടുന്ന കുറച്ച് എക്സ്ട്രാ മാറ്റി വെക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ വന്ന് ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഒഴിവാക്കിയത്. എൻ്റെ സഹപ്രവർത്തകരെ പലരും ആദ്യം എതിർത്തു, ഇത് വേണോ? പക്ഷെ ഞാൻ അല്പം ഒന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു വേണം. കാരണം അവർക്കും അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ ഈ 50 വീട് വെക്കാൻ വേണ്ടി പലരും പല സ്ഥലത്ത് പോണ്ടി വന്നു. ഞാൻ വിദേശത്ത്
പോണ്ടി വന്ന സാഹചര്യം അതാ. ഇന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ട് അതും ഇതൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ ഒരാൾ പറയുന്ന കേട്ടു, ഞാൻ അസംബ്ലി സമയത്ത് വിദേശത്തായിരുന്നു. എനിക്കറിയാൻ പറ്റില്ല. ചോദിക്കുക, എന്താ കണക്ക്, ഏതാ സ്ട്രാറ്റജി, ഏത് കണക്ക് പ്രകാരമാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അസംബ്ലിയുടെ ഇത് മൊത്തമുണ്ട്, വിദേശത്ത് പോയ സമയത്ത് ലിസ്റ്റുമുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. അസംബ്ലി സമയത്ത് ഒരിടത്തും ഞാൻ പോയിട്ടില്ല, എക്സെപ്റ്റ് ഒരു പ്രാവശ്യം. അത് ഞാൻ സത്യം പറഞ്ഞാൽ ദുബായി പോയി പെട്ടുപോയതാണ്. എനിക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യമായപ്പോൾ മാത്രം 3 ദിവസം ഞാൻ അവിടെ പെട്ടുപോയി. അത് നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന് ചിലപ്പോൾ ഒരു വീഴ്ച, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ കാണാൻ പറ്റാത്ത വിധം പെട്ടുപോയതാണ്. അല്ലാത്ത ഒരു സമയത്ത് ഞാൻ അസംബ്ലി വിട്ട് ഒരിടത്തും പോകാറില്ല. അതുകൊണ്ട് കാരണം ആ അസംബ്ലിയിലേക്കല്ലേ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനല്ലേ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ അസംബ്ലി വിട്ട് എനിക്ക് ഇവിടെ പോകാൻ സാധിക്കും. അസംബ്ലി നടക്കുന്ന സമയത്ത് എനിക്ക് അവിടെ തന്നെ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന സമയത്ത്, പറ്റാവുന്ന സമയത്തെല്ലാം ഞാൻ അസംബ്ലിയിലുണ്ട്. അപ്പോൾ ഈ നാടിൻ്റെ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച പോലെ നമ്മുടെ എൻവയൺമെൻറ്റ് തന്നെയാണ്. അത് നമുക്ക് മറന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഇവിടെ എൻവയൺമെൻറ്റിൻ്റെ ഒരു വലിയ പ്രോബ്ലം നമ്മുടെ ലോകത്തെ മൊത്തമുണ്ട്. ചിലപ്പോൾ നമ്മൾ അതിന് നേരെ കണ്ണടയ്ക്കുവാണോ എന്നൊരു സംശയം നിൽക്കുന്നു. കേരളത്തിൽ നമുക്ക് പക്ഷേ അത്രയും ഒരു പാരിസ്ഥിതിക പ്രശ്നം വന്നിട്ടില്ലെങ്കിലും നമുക്കും ഇവിടെ സൂചിപ്പിച്ച പോലെ കണ്ടൽ കാടുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കുന്നു, നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വലിയ ബാധ്യതയുണ്ട്. ഇവിടെ LEP ചെയ്യുന്ന വലിയ പ്രവർത്തനം, ആ പ്രവർത്തനത്തെ ഒരിക്കലും നമുക്ക് മറക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇങ്ങനൊരു വിഭാഗം എനിക്ക് തോന്നുന്നു കോൺഗ്രസിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. LEP പോലൊരു പ്രൊട്ടക്ഷൻ, പക്ഷേ ശാസ്ത്രവേദി ഉണ്ടെന്ന് തോന്നുന്നു. നാളെ അതിൻ്റെ ഒരു പരിപാടി, നാളെ വാരികനുസരിച്ച് ഞാൻ പങ്കെടുക്കാൻ പോകുന്നു. അവിടെ ഒരു സൈക്കിൾ റാലിയാണ്, അത് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രത്യേക താല്പര്യം ലീഗ് ഇതിനകത്ത് എടുത്ത് വലിയ സന്തോഷം. എൻ്റെ പിതാവും ലീഗുമായിട്ടുള്ള ആത്മബന്ധം അത് എത്ര ദശാബ്ദമാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അത്രയ്ക്ക് വളരെ അടുപ്പം ലീഗുമായിട്ടും കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ടും അതുപോലെ തന്നെ പാണക്കാട് കുടുംബമായിട്ടും ഒക്കെ ഉള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർത്തെടുക്കുകയാണ്. ആ സ്നേഹം ഇന്ന് എന്നോട് കാണിക്കുന്നതിലും എനിക്ക് തോന്നുന്നത് ഇത് പരിസ്ഥിതിയെക്കാട്ടിൽ എൻ്റെ അപ്പനോടുള്ള സ്നേഹം കൂടി കൊണ്ടാണ് നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടി കൊണ്ടാ. അതാണ് സംസ്ഥാന പ്രസിഡന്റ്, പക്ഷേ ഞാൻ കാണാറില്ല. സംസ്ഥാന ട്രഷറാണ് എൻ്റെ മണ്ഡലം പ്രസിഡന്റ്, പക്ഷേ എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഇതുവരെ. ഇന്നാണ് ആദ്യമായിട്ട് വന്നത്. ഈ പുരസ്കാരം കൊണ്ട് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ടായി. അവിടുത്തെ ലീഗിൻ്റെ പ്രസിഡന്റ് എനിക്കത് കാണാൻ പറ്റി. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും അങ്ങനെ പരിസ്ഥിതി എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയായി തീരട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പം എല്ലാവർക്കും ഷിഫ്റ്റ് ചെയ്യാൻ എൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ? എനിക്കൊരു ധൈര്യം വന്നു. കാരണം 2.5 വർഷത്തെ പ്രവർത്തനം എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ജനങ്ങൾ എന്നെ കൈവിടത്തില്ല എന്നൊരു ഉറപ്പ് വന്നു. അതുകൂടി ചേർത്താണ് ഞാൻ റിസ്ക് എടുത്തത്. ആ റിസ്ക് ജനങ്ങൾ അതിനെക്കാട്ടിൽ ഏറ്റെടുത്തു. കാരണം ഞാൻ ഫ്ലെക്സോ ബോർഡോ പോസ്റ്ററോ വെക്കുന്നതിനെക്കാട്ടി പബ്ലിസിറ്റി ഇത് വേണ്ടാന്ന് വെച്ചപ്പോൾ എനിക്ക് കിട്ടി. അതൊരു യാഥാർത്ഥ്യമാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാനൊരു സ്വാഭാവികമായിട്ടൊരു നോർമൽ തീരുമാനം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഇത്രയും പബ്ലിസിറ്റി കിട്ടുമെന്ന്, അല്ലെങ്കിൽ ചിലർ വിചാരിക്കുന്ന ഞാൻ PR വർക്ക് ചെയ്തെന്ന്. 1 രൂപ ഈ PR വേണ്ടി ഞാൻ ഈ ഇലക്ഷനിലോ അതിനുശേഷമോ ചെലവഴിച്ചിട്ടില്ല. നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് കിട്ടിയ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇത് ആരെങ്കിലും എന്നെ തെളിയിച്ചാൽ, ചിലർ ഇന്ന് അതുമായിട്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഞാൻ 1 രൂപ ചിലവാക്കിയിട്ടില്ല, ഞാൻ മൊത്തം ലാഭിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു സന്തോഷവും ആശ്വാസവും എനിക്കുണ്ട്. എത്ര രൂപ എനിക്ക് ലാഭിക്കാൻ പറ്റിയെന്ന് എനിക്കറിയാം. അത് ഞാൻ പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊക്കെ മനസ്സ് വെച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാകും. മാറ്റങ്ങൾ അനിവാര്യമാണ്. തീർച്ചയായിട്ടും ഇത്രയേറെ എൻ്റെ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു 140-ൽ ഒരു സ്ഥലത്താണ് കേസില്ലാത്തത്. അവസാനം പോളിംഗ് ഒബ്സർവർ വന്ന് ഉദ്യോഗസ്ഥർ ചോദിച്ചു, നിങ്ങൾ കാൻഡിഡേറ്റ്സുമായിട്ട് വല്ല അഡ്ജസ്റ്റ്മെൻ്റ് ആണോ? കേസില്ല അവർ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, ഒരു കേസ് പോലും ഇല്ലാത്തൊരു മണ്ഡലം. കാരണം ഫ്ലെക്സിനെ ചൊല്ലി, പോസ്റ്ററെ ചൊല്ലി ഏറ്റവും കൂടുതൽ വഴക്ക് കിടക്കണേ. അത് പോസ്റ്റർ കീറുക, ഫ്ലെക്സ് എടുത്ത് മാറ്റുക, ഫ്ലെക്സ് എടുത്ത് കളയുക. കാരണം എനിക്കൊരു ചെറിയ അനുഭവം കൂടി ഉണ്ട്. കാരണം ആദരണീയനായ പ്രതിപക്ഷ നേതാവ് വന്നതിൻ്റെ ആ സമയത്ത് കുറേ ഫ്ലെക്സ് എടുത്ത് ഇവന്മാർ കളഞ്ഞു. ഈ പുതുകെ യാത്രയായിട്ട് അദ്ദേഹം വന്നപ്പോൾ ഞങ്ങളുടെ ഫ്ലെക്സ് എല്ലാം എടുത്ത് കളഞ്ഞായിരുന്നു. അതിനുശേഷം ഏതോ ഒരു പ്രശ്നം വന്നപ്പോൾ CPM-കാർ എടുത്ത് കളഞ്ഞു. അപ്പം ഇലക്ഷൻ കൂടെ ആയപ്പോൾ അത് സ്വാധീന കൂടുതലായിരുന്നു. പക്ഷേ ഈ പോസ്റ്ററും ഫ്ലെക്സും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പുറത്ത് വശത്തും കുറവായിരുന്നു. ഫ്ലെക്സും പോസ്റ്ററും അവരും കുറച്ച് അടിച്ചിട്ടുള്ളൂ.
അവർ കുറച്ചേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് സ്വീകാര്യമായതുകൊണ്ടാണ്. എൻ്റെ പാർട്ടിക്കാർ പിന്നെ എൻ്റെ അടുത്ത് പ്രഷർ വെച്ചിട്ടില്ല, ഒരു പ്രഷറും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളപ്പോൾ ഒരു മാറ്റത്തിന് തയ്യാറായാൽ ജനങ്ങൾ അതിനെ സ്വീകരിക്കും എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു അവാർഡ് ആ ഒരു അംഗീകാരമായി ഞാൻ കരുതുകയാണ്. ഈ അവാർഡിനും പ്രത്യേകമായ സ്നേഹത്തിന് നന്ദി പറയുന്നു. ആദരണീയനായ മന്ത്രി, എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കൂടെ കിട്ടാൻ സാധിച്ചത് അതിയായ സന്തോഷം. ഇതുപോലത്തെ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഇനി 5 വർഷക്കാലം അതായിരിക്കും നമ്മുടെ LSGDയിൽ നടക്കാൻ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും നമുക്കൊരു എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി സിറ്റുവേഷൻ വേണം. ആ ഒരു സിറ്റുവേഷൻ, അതുപോലെ തന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ഭിന്നശേഷിക്കാർക്ക് കൂടി ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും നമ്മുടെ LSGDയിൽ. അദ്ദേഹത്തിന് ഇതേപോലത്തെ ഇനിഷ്യേറ്റീവ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് മാത്രമല്ല. ഇന്ന് ഒരു ക്വസ്റ്റ്യൻ എന്നൊരു ശ്രദ്ധ ക്ഷണിക്കൽ, അതിനെ വളരെ രാഷ്ട്രീയവൽക്കരിച്ചാണ്. ഒരിക്കലും ഇത്ര രാഷ്ട്രീയവൽക്കരണം ശ്രദ്ധ ക്ഷണിക്കൽ വരത്തില്ല. ഇത്രയും രാഷ്ട്രീയവൽക്കരണം നടത്തി ലീഗിനെ സ്പെസിഫിക്കലി ആക്രമിച്ചുകൊണ്ട് ഒരു ശ്രദ്ധ ക്ഷണിക്കൽ നടത്തിയിട്ട് എല്ലാവരും അഭിനന്ദിച്ച കാര്യമുണ്ട്. ഇത്രയും മെച്യൂറായിട്ടൊരു രീതിയിൽ ഒരു മന്ത്രി തിരിച്ചു മറുപടി പറഞ്ഞത് ചരിത്രത്തിൽ ഏറ്റവും രേഖപ്പെടുത്തുമെന്നാണ് എൻ്റെ അടുത്ത് പലരും പറഞ്ഞത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മെച്യൂരിറ്റി ആദ്യത്തെ തവണ മന്ത്രിയാവുന്ന അദ്ദേഹത്തിൽ നിന്ന് തന്നെ കിട്ടിയതിൽ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം എടുത്തൊരു സമീപനം അപ്പുറത്തു നിന്ന് വന്ന് മൊത്തം രാഷ്ട്രീയമാണെങ്കിൽ ഇപ്പുറത്തു നിന്ന് മൊത്തം നിയമപരമായിട്ടും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തെറ്റ് പറ്റിയത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചത് വളരെ അപ്രീഷിയേറ്റീവായിട്ടാണ് മൊത്തം 139 MLA ബാക്കിയുള്ളവരെല്ലാം എടുത്തത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ ഈ അവാർഡ് സ്വീകരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. എന്നും LVPയോടും കടപ്പാടുണ്ടായിരിക്കും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാം സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അവാർഡ് സ്വീകരിക്കുന്നു. നന്ദി, നമസ്കാരം. വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നല്ലൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.